നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കരയേണ്ട മാഡം, അത് ഇവിടെ തന്നെ ഉണ്ടാവും. മാഡത്തിന് തിരിച്ചു കിട്ടും. മാഡം ഇവിടെ നോക്ക്, ഞാൻ ആ ഭാഗത്ത് നോക്കാം. ശരി അങ്കിൾ. മാഡം, കിട്ടിയോ മാഡം? ഇല്ല അങ്കിൾ, എന്റെ മമ്മിക്ക് എപ്പോഴും എന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മമ്മി എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയാ ആ ചെയിനും പെൻഡന്റും മമ്മി എനിക്ക് വാങ്ങി തന്നത്. അത് കഴുത്തിലുള്ളപ്പോ മമ്മി എന്റെ കൂടെ ഉള്ളത് പോലെയാ എനിക്ക് തോന്നുക. അത് നഷ്ടപ്പെട്ടപ്പോ എന്നെ ഉപേക്ഷിച്ച് എന്റെ മമ്മി എവിടെയോ പോയതുപോലെയാ എനിക്ക് തോന്നുന്നത്. എനിക്കത് വേണം അങ്കിൾ. തിരിച്ചു കിട്ടും മാഡം. വെള്ളച്ചാൽ ദുർഗാ ഭഗവതിയോട് മാഡം പ്രാർത്ഥിക്കേ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവി തന്നെ അത് മാഡത്തിന്റെ കൺമുമ്പിൽ കാണിച്ചു തരും. എന്റെ മമ്മി എനിക്ക് ഒരുപാട് ഇഷ്ടമാ. മമ്മി വാങ്ങിത്തന്ന ചെയിനും പെൻഡന്റും ആയതുകൊണ്ട് എനിക്കത് ജീവനാ. ഞാനിത് ആർക്കും ഇടാൻ പോലും കൊടുക്കാറില്ല. അത് കളഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്കിൾ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയില്ലേ മാഡം? ദേവിയുടെ ഉത്സവം കൂടാനല്ലേ മാഡം വന്നത്? സങ്കടത്തോടെ തിരിച്ചു പോകേണ്ടി വരില്ല മാഡം. എല്ലാരോടും ദയ കാണിക്കുന്ന ദേവി മാഡത്തിനോട് ദുഷ്ടത്രം കാണിക്കൂ? ഒരിക്കലുമില്ല. മാഡം കരയാതിരിക്കെ. ഞാനേ അവിടേക്ക് ഒന്നുകൂടെ നോക്കട്ടെ. കിളവൻ പറഞ്ഞ ഒരു കാര്യം സത്യം. എനിക്ക് സങ്കടത്തോടെ തിരിച്ചു പോവേണ്ടി വരില്ല. സന്തോഷത്തോടെ തിരിച്ചു പോവാൻ കഴിയും. കൈലാഷിന്റെ മനസ്സ് കീഴടക്കിയ ഭൂലോക സുന്ദരി ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ച കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നെയാണല്ലോ എന്നുള്ള സന്തോഷത്തില് എനിക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയും. എനിക്കും കൈലാഷിനും ഇടയിൽ ഇനി അവൾ ഉണ്ടാകില്ല എന്ന സന്തോഷത്തോടെ തിരിച്ചു പോവാൻ കഴിയും. കിട്ടിയോ അങ്കിൾ? ഇല്ല മാഡം, ഇല്ല. ഞാൻ കിടന്ന റൂമിലും എന്റെ ബാഗിലും ഫുഡ് കഴിച്ച ടേബിളിനടിയിലും വാഷ് ബേസിന് താഴെയൊക്കെ ഞാൻ നോക്കി. എവിടെയോ ഇല്ല. അത് ഇവിടെ എവിടെയും ഉണ്ടാകും മാഡം. കനൽ കലശം തുടങ്ങാനുള്ള സമയമായി. പാറു കനൽ കലശം എടുക്കുമ്പോ ഞാനവിടെ ഉണ്ടാവണം. അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് വീണ്ടും നോക്കാം. മാഡം വരും. ഞാനില്ല അങ്കിൾ. എന്റെ ചെയിനും പെൻഡന്റും തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല. കനൽ കലശം കയ്യിലെടുക്കുന്നതിന് മുമ്പ് എനിക്ക് പാറുവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും വേണം. അവക്ക് ആപത്തൊന്നും വരാതെ കാക്കാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയും വേണം. ദേവികയോട് പോലും പറയാതല്ലേ ഞാൻ മാഡത്തിനോടൊപ്പം വന്നത്. അവളിപ്പോ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും. വരൂ മാഡം. അങ്കിളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ സങ്കടം എന്താ അങ്കിളുടെ മനസ്സിലാവാത്തത്? അങ്കിളുടെ പാറുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ട്. മമ്മി തന്ന വിലപിടിപ്പുള്ള ചെയിൻ നഷ്ടപ്പെട്ടിട്ടും ഞാൻ അവിടെ വന്ന് ഉത്സവം കൂടണമെന്ന് പറഞ്ഞ എനിക്കതിന് മനസ്സ് വരൂ അങ്കിൾ. ഇവിടൊക്കെ അടിച്ചു വരുമ്പോ ലക്ഷ്മിക്കോ ദേവകിക്കോ അത് കിട്ടിയിട്ടുണ്ടാവും. ചടങ്ങ് കഴിഞ്ഞ് വന്നിട്ട് അത് തിരിച്ചു തരാൻ വേണ്ടി അവരുടെ അടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ചാൽ അറിയാമല്ലോ. മാഡം വാ. അങ്കിള് വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അടിച്ചു വാരുമ്പോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിത് അപ്പൊ തന്നെ എനിക്ക് തരുമായിരുന്നില്ലേ? അങ്കിളുടെ മോള് വഴിപാട് നടത്തുന്നത് കാണണം. അവളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എനിക്ക് നഷ്ടം ഉണ്ടായാലും ഞാൻ കരഞ്ഞാലും അങ്കിളിന് അതൊരു പ്രശ്നമേ അല്ല. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ വെച്ചാണത് കളഞ്ഞു പോയെങ്കിൽ
ലക്ഷ്മിയോ ദേവികയോ അതെടുത്ത് വെച്ചിട്ടുണ്ടാവും. ചടങ്ങ് കഴിഞ്ഞു വരുമ്പോ അവരത് എടുത്തു തരും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാ നഷ്ടപ്പെട്ടെങ്കിൽ അത് കളഞ്ഞു കിട്ടിയവർ അതെടുത്ത് ക്ഷേത്രത്തിലേൽപ്പിക്കും. വിലപിടിപ്പുള്ള ഒരു ചെയിൻ കളഞ്ഞു കിട്ടിയെന്ന് അവർ മൈക്കിലൂടെ വിളിച്ചു പറയും. മാഡം അടയാളം പറഞ്ഞു കൊടുത്താ അവരത് മാഡത്തിന് തിരിച്ചു തരും. സമയം കളയണ്ട, വരൂ മാഡം. അങ്കിളിന്റെ ക്ഷേത്രത്തിൽ പോണം, ഞാനും കൂടെ വരണം. അതിനുവേണ്ടി അങ്കിൾ ഒരു സൂത്രം പ്രയോഗിക്കുന്നതാ. സ്വർണ്ണമാലയാ, പെൻഡന്റ് ഡയമണ്ടുവാ. അത്രയും വിലയുള്ള സാധനം കളഞ്ഞു കിട്ടിയ ആരെങ്കിലും അത് അമ്പലത്തിൽ ഏൽപ്പിക്കോ? സ്വന്തം ആക്കല്ലേ ചെയ്യ. ഞാൻ വരില്ല. അത് തിരിച്ചു കിട്ടാതെ ഞാൻ എവിടേക്കും വരില്ല. മാഡം, എനിക്ക് ക്ഷേത്രത്തിൽ പോയേ പറ്റൂ. പാറു കനൽക്കലച്ചു കൊടുത്ത് നടക്കുന്ന കാണാൻ വേണ്ടി മാത്രമല്ല, ദേവിയുടെ തിരുവാഭരണ പെട്ടിയുടെ താക്കോല് എന്റെ കയ്യില. ദേവിക്ക് തിരുവാഭരണം ചാർത്തണമെങ്കിൽ ഞാൻ ലോക്കർ തുറന്ന് തിരുവാഭരണം എടുത്ത് തിരുവേനിക്ക് കൊടുക്കണം. അവരെന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മാഡം ഇവിടെ ഇരിക്കെ, ഞാൻ ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞയക്കാം. അയ്യോ അയ്യോ, പോവല്ലേ അങ്കിൾ. അങ്കിൾ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോവല്ലേ. ഒറ്റക്കിരിക്കാൻ എനിക്ക് പേടിയാ. പോവല്ലേ അങ്കിൾ. എനിക്ക് പോകാതെ പറ്റില്ല മാഡം. ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞയക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുവരെ ഞാൻ ഇവിടെ ഒറ്റക്കിരിക്കണ്ടേ? പേടിച്ച് ഞാൻ ചത്തുപോവും. പ്ലീസ് അങ്കിൾ, പോവല്ലേ അങ്കിൾ. ആരെങ്കിലും വന്നിട്ട് അങ്കിൾ പൊയ്ക്കോ. ഈ കുട്ടി എന്നോട് വരുന്നുമില്ല, എന്നെ അമ്പലത്തിലേക്ക് പോകാൻ സമ്മതിക്കുന്നുമില്ല. ദേവി, ഞാനവിടെ ചെന്നില്ലേ ആകെ പ്രശ്നമാവുമല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? അങ്കിൾ. ഇല്ല മാഡം, കരയണ്ട മാഡം. ആരെങ്കിലും വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പേടിക്കണ്ട. ക്ഷേത്രമുറ്റത്ത് കനൽ കലശം നടക്കുമ്പോ കഴകപ്പുരയിൽ കള്ളന്മാർ കയറും. ഇതിനകത്താ തിരുവാഭരണ പെട്ടി ഉള്ളത്. അതിങ്ങെടുക്ക. കലശം എടുക്കാനുള്ളവർ വന്നോളൂ.